ഈ കാട്ടാക്കട പഞ്ചായത്തിൽ പാവപ്പെട്ടവർക്ക് നല്ല ഒരു കാര്യം ഇന്നുവരെ ചെയ്തിട്ടില്ല. 50 വർഷം കൂടുതലായി 1 സെൻറ്റ് ഭൂമി ഇല്ലെന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് ഇന്നുവരെ ഒന്നും കൈകാര്യം ചെയ്തിട്ടില്ല. പഞ്ചായത്തിൽ എത്രയോ പോക്ക് കിടക്കണം. ഒരു 3 സെൻറ്റ് പെരയിടത്തിൽ ഒരു ചെറ്റമാട ഒഴിച്ചിട്ട് തരാൻ ഈ കേരളത്തിൽ അവരെ പഞ്ചായത്ത് മെമ്പറെ മന്ത്രിയുടെ വീട്ടിൽ നിന്നല്ല കൊണ്ട് തരുന്നത്. പഞ്ചായത്തിൽ പറമ്പോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് ചെയ്യാനുള്ളതാണ്. ഇതാക്കെ ചെയ്യാൻ കോടീശ്വരന് കൊടുക്കാനാണ് ഇത് പറമ്പോക്കൊക്കെ ഇട്ടാക്കുന്നത്. പിച്ചക്കാർ താമസിക്കട്ടെ, അത് ചെയ്യണം. ഇലക്ഷൻ വരുമ്പോൾ നിരവധി വാഗ്ദാനങ്ങളുമായിട്ട് പല ആൾക്കാരും വരാറുണ്ട്. ഇതുവരെ ആ വാഗ്ദാനങ്ങളിൽ ആളുകൾ വിഴുന്ന് അവരെ വോട്ട് വിജയിപ്പിച്ച് വിട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ വിജയിച്ചു പോയവരെ പിന്നെ കാണണമെങ്കിൽ നമ്മൾ അവരെ പഠിക്കൽ തേടിയെത്തിയാലും കാണാനില്ല, അവരെ ഇങ്ങോട്ട് വരാനും നമുക്ക് ഇതുവരെ വന്ന് കാണാനും പറ്റുന്നില്ല. ഒരു റോഡ് വികസനം തന്നെയും നടത്താൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നതായാലും ശരി, ഇവിടുന്ന് ജയിച്ചു പോയ എംപിമാരായാലും ശരി, അതിനൊന്നും മുൻകൈ എടുക്കുന്നില്ല. പറയത്തക്ക വിധത്തിൽ ഒരു വികസനവും ഈ കാട്ടാക്കട പ്രദേശത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ ഭരിക്കാൻ പോകുന്നതുമായ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു MP ജയിച്ചു വരണം. ആ MP ജയിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ഈ ഇവിടെ വികസനം കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇത്രയും കാലം നമ്മളെ പറഞ്ഞു പറ്റിച്ച് വോട്ട് വാങ്ങി ജയിച്ചു പോയവരാരും വികസനമെന്നുള്ള രീതിയിൽ ഒരു കാര്യവും ഇവിടെ ചെയ്തിട്ടില്ല. ഞാൻ ആറ്റങ്ങൽ മണ്ഡലത്തിലെ വോട്ടറാണ്. ജയിച്ചിട്ട് പോയവരല്ല വികസനത്തെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ഇനി വരുന്ന ആളെങ്കിലും വികസനം നന്നായിട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ഈ വരുന്ന സമയത്ത് ഓരോ വാഗ്ദാനങ്ങൾ തന്നിട്ട് ഒന്ന് വികസനം നടക്കാതെ വരണമെന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ്. ഇനി വരുന്നവരായിരുന്നാലും നല്ല വികസനം ചെയ്താൽ മാത്രം മതി. ഇതേ എനിക്ക് പറയാനുള്ളത്.